നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐ റിപ്പോർട്ട് പുറത്ത്. സിബിഐയുടെ എഫ്ഐആർ കോപ്പി കൈരളി ന്യൂസിന് പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ചോദ്യപേപ്പർ ചോർന്നതായി സിബിഐ. സിബി ജോസഫ് വിശദാംശങ്ങളുമായി ചേരുന്ന. സിബി, ഈയൊരു നീറ്റിൽ ക്രമക്കേടുണ്ടെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇപ്പോൾ സിബിഐയുടെ എഫ്ഐആർ റിപ്പോർട്ടും പുറത്തായിരിക്കുകയാണ്. എന്തൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ? UGC നെറ്റ് പരീക്ഷ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും ഈ CBIയുടെ ആദ്യ എഫ്ഐആർ, അതായത് പ്രഥമ വിവര റിപ്പോർട്ടിലാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി എന്നുള്ള ഒരു വിവരങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് ആ എഫ്ഐആറിന്റെ കോപ്പി അടക്കം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ UGC നെറ്റ് പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ചോദ്യപേപ്പർ ചോർന്നിരുന്നു. അത് ആ ഡാർക്ക് വെബിലും ടെലഗ്രാമിലുമാണ് ഈ ചോദ്യപേപ്പറിന്റെ വിൽപ്പന നടന്നത്. അത് 5 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ വിൽപ്പനയ്ക്ക് ഈ ചോദ്യപേപ്പറിൽ പോയതായും CBI ഇൻസ്പെക്ടർ സുനിൽകുമാർ തയ്യാറാക്കിയ ഈ എഫ്ഐആറിൽ പറയുന്നു. രാജ്യത്തെ ചില നെറ്റ് പരിശീലന കേന്ദ്രങ്ങളും ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കാളിയാണെന്നും അതുകൊണ്ട് തന്നെ ഈ ചില നെറ്റ് പരിശീലന കേന്ദ്രങ്ങളും നിരീക്ഷണത്തിലാണെന്നും CBI വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ചില ആളുകൾക്കെതിരെ, അതായത് ചില അജ്ഞാതരായ ചില ആളുകൾക്കെതിരെ ചില കേസുകൾ എടുത്തിട്ടുണ്ട്. അത് പ്രധാനമായും 120B ഗൂഢാലോചന, അതോടൊപ്പം തന്നെ വഞ്ചന, അനധികൃതമായി കൈമാറ്റം എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതായും CBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിൽ ആർക്കെതിരെ ആണ് കേസെടുത്തതെന്ന് കൃത്യമായി വിവരങ്ങൾ നൽകുന്നില്ല. അത് അജ്ഞാതർ എന്ന് മാത്രമാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. എന്തായാലും ഈ UGC നെറ്റ് പരീക്ഷയിൽ കൃത്യമായി ചോർച്ച ഉണ്ടായി എന്ന് നേരത്തെയും സൈബർ വിഭാഗം കണ്ടെത്തുകയും അതേ തുടർന്നാണ് 18-ാം തീയതി നടന്ന പരീക്ഷ 19-ാം തീയതി തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോൾ എഫ്ഐആർ ഈ CBIയുടെ ആദ്യ അന്വേഷണത്തിൽ തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഇനി ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ രീതിക്കാണ് ഈ ചോദ്യപേപ്പർ ചോർന്നതെന്നും ഇത് ആരൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചു, ഇത് ഏത് രീതിക്കെല്ലാം തന്നെയും ഇതിൽ പങ്കാളികളായി എന്നെല്ലാം തന്നെയും അന്വേഷണം, വിശദമായ അന്വേഷണം വേണ്ടിവരും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എഫ്ഐആർ പറഞ്ഞിരിക്കുന്നത് ഡാർക്ക് വെബിലും ടെലഗ്രാമിലും ഈ ചോദ്യപേപ്പറിന്റെ വിൽപ്പന നടന്നു എന്നതാണ്. ആര്യ, സിബി, അതായത് പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ചോദ്യപേപ്പർ ചോർന്നതായിട്ടാണ് കണ്ടെത്തിയത്. 6 ലക്ഷം രൂപയ്ക്ക് വരെ വിൽപ്പന നടന്നു. വളരെ ഗുരുതരമായ ക്രമക്കേടുകളുണ്ടെന്ന് വ്യക്തമാണ്. നിലവിൽ നെറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളും CBIയുടെ നിരീക്ഷണത്തിലെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആര്യ, അത് തന്നെയാണ്. കാരണം ഇതിന് പിന്നിലൊരു വൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് CBIക്ക് ആദ്യ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചില കോച്ചിങ് കേന്ദ്രങ്ങളെല്ലാം തന്നെയും CBIയുടെ നിരീക്ഷണത്തിലുണ്ട്. എന്തായാലും ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് CBIക്ക് ആദ്യ മണിക്കൂറുകളിൽ ലഭിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും എല്ലാ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഒരു വൻ റാക്കറ്റ് തന്നെ ഉണ്ട് എന്ന് കൃത്യമായി CBI ഇപ്പോൾ ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം പുരോഗമിക്കുന്നു. അതനുസരിച്ച് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. നിലവിൽ ഈ ഒരു ചോദ്യപേപ്പർ ഡാർക്ക് വെബിലും ടെലഗ്രാമിലുമാണ് ഇത് വിൽപ്പന നടന്നത്. അത് 5 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ വിൽപ്പന നടന്നു. അത് പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ഈ ചോദ്യപേപ്പർ ചോരുകയും ചെയ്തെന്ന് CBI ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിന് പിന്നിൽ ഒരു വൺ റാക്കറ്റ് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും CBI എടുത്തു പറയുന്നത്. നമുക്കറിയാം, നീറ്റ് പരീക്ഷയിലും ക്രമക്കേട് നടന്നതായുള്ള വലിയ വിവാദമായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് UGC നെറ്റ് പരീക്ഷയുടെ കാര്യത്തിലും സമാനമായി തന്നെ ആരോപണം ഉയരുന്നത്. സ്വാഭാവികമായും ഈ നീറ്റും നെറ്റും ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെയും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോരുമ്പോൾ അതിനു പിന്നിൽ വലിയൊരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. ആര്യ, ശരി. എന്തായാലും നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. CBIയുടെ എഫ്ഐആർ കോപ്പി കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ചോദ്യപേപ്പർ ചോർന്നതായാണ് CBI കണ്ടെത്തൽ. 6 ലക്ഷം രൂപയ്ക്ക് വരെ വിൽപ്പന നടന്നുവെന്നും കണ്ടെത്തലുണ്ട്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.